ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ടു മൈ ന്യൂ ചാനൽ ക്രാഫ്റ്റ് ഷെൽസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മോൾ വാട്ടർ ഫൗണ്ടൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. അപ്പോൾ അതിനായിട്ടൊരു സ്മോൾ പ്ലാസ്റ്റിക് ബോക്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുഡ് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ മിഠായി ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണ്. എനിക്ക് ഇഞ്ചി മിഠായി എന്തോ മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സാണിത്. അപ്പോൾ അതിന് കുറച്ച് ഇതുപോലെ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട്. അതിനി ഫെവിക്കോൾ വെച്ചിട്ട് ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു ഇഷ്ടികയൊക്കെ അങ്ങനെ അടുക്കി വെച്ച് അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവിടെയും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മൂലഭാഗം വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ആ കാർഡ്ബോർഡ് പീസസ് ഒന്ന് മടക്കി പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടും. അതല്ല നമ്മൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ നിവർന്ന് നിൽക്കും, ഒട്ടത്തില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അങ്ങനെ എല്ലാ പീസും ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇത്തിരി സ്പേസ് വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അടുപ്പിച്ചായാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി സ്പേസ് വിട്ടിട്ട് ഓരോന്നായിട്ട് ചുറ്റും അത് ഒട്ടിച്ചെടുക്കുക. ഗം നന്നായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. സൈഡിലും ബാക്കിലും എല്ലാം മൊത്തം അടിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ചുറ്റും നന്നായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സില്ലേ, മീൻസ് ഓയിൻമെൻറ്റ് മേടിച്ചപ്പോൾ കിട്ടുന്ന ഓയിൻമെൻറ്റിൻ്റെ ബോക്സാണിത്. അപ്പോൾ ആ ബോക്സ് എടുത്തിട്ട് ഓരോ 3 കക്ക ഞാൻ എടുത്തിട്ടുണ്ട്, കക്ക ഷെല്ല്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് 3 ഇത്തിരി സ്പേസ് വിട്ടിട്ട് 3 ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ ഗണ്ണ്, അല്ലെങ്കിൽ അത് അടർന്നു പോരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഈ കുഞ്ഞു ഷെല്ലുകൾ, ഈ ഷെല്ലിൻ്റെ പൊടിയാണിത്. ഇതൊക്കെ എനിക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. ബീച്ചിൽ പോയപ്പോൾ ഈ ഷെല്ലിൻ്റെ പൊടിയൊക്കെ ഞാൻ ബീച്ചിൽ നിന്ന് പെറുക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതെയും പശ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കുക. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ പൊഴിഞ്ഞു പോരണ മാതിരി ഓരോന്നോരോന്ന് പൊഴിഞ്ഞു വരും. അപ്പോൾ അടിയിലും മുകളിലും ഗം വെച്ച് നന്നായിട്ട് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ബ്രൗൺ കളറ് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. 2 സൈഡിലും ബ്രൗൺ കളറ് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് വൈറ്റ് കളറ് ഷെയ്ഡ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുക. നമ്മൾ പണ്ടത്തെ വീടുകളിൽ ചുമരിനൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു ഹെക്സഗണൽ അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഷേപ്പ് വരുന്ന മാതിരത്തെ ഒരു ഡിസൈൻ ജസ്റ്റ് 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. മുകളിലും ഷെല്ല് ഒടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്മളൊന്നും ചെയ്യണില്ല, കാരണം ബാക്ക് സൈഡ് കാണുന്നില്ലല്ലോ. അപ്പോൾ ബാക്ക് സൈഡിലും ഒന്നും ചെയ്യണ്ട, ബാക്കി 2 സൈഡിലും ഷേപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉണങ്ങാൻ വെക്കുക നന്നായിട്ട്. പ്ലാസ്റ്റിക് ബോക്സിൽ നമ്മൾ അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിലിനി നമ്മൾ കളർ അടിച്ചു കൊടുക്കുകയാണ്. ബ്രൗൺ കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടികയുടെ ഒക്കെ ഒരു നല്ലൊരു കളറായിട്ടുണ്ട് ഇതിന്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വൈറ്റ് കളറൊന്ന് അടിച്ചു കൊടുക്കാം. കാരണം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ബോക്സ് അല്ലേ. അപ്പോൾ അത് ആ ഒരു ലുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് അതിന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തും വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ലുക്കേ മാറിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് ഇത്. ഇനി ഞാൻ കുറച്ച് 3 പീസ് ചാക്ക് ചരട് പച്ച കളറ് എടുത്തിട്ടുള്ളതാണത്. അതിനെ 3 റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഗം വെച്ചിട്ട് തന്നെ ഫെവിക്കോൾ തന്നെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുമെന്ന്. കുറച്ചും കൂടി കട്ടിയുള്ള ചരടാണ് നല്ലത്. എൻ്റെ ഭയങ്കര കട്ടി കുറഞ്ഞു പോയി. നല്ല കട്ടിയുള്ള ചരടാണെങ്കിൽ കൃത്യം ആ സ്പേസിങ് കറക്റ്റായിരിക്കും. ഇതിപ്പോൾ ഭയങ്കര കട്ടി കുറഞ്ഞപ്പോൾ ഇത് വെച്ചിട്ടും ഇടയിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയിലുള്ള സ്പേസൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി അതിനെ ഇറക്കി കൊടുക്കുക. പിന്നെ കാർഡ്ബോർഡ് ചിലപ്പോൾ 2 ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സ്പേസിങ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ 3 സ്പേസും ഈ ചരട് വെച്ചിട്ട് ഫില്ല് ചെയ്യാം.
ഞാൻ വെണ്ടയ്ക്ക കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3-4 മൂത്തതുണ്ടായിരുന്നു. അപ്പം ഞാനത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്തതാണ്. അപ്പം അതിൻ്റെ നാരുണ്ടാവുമല്ലോ, അപ്പം നാര് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് യൂസ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ അത് കളർ ചെയ്ത് ഉണക്കിയെടുത്തു. അപ്പോൾ അത് നമ്മളിവിടെ പുല്ല് പോലെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇടയിലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ അത് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ പണ്ട് കിണറൊക്കെ കാണാറില്ലേ, കിണറിൻ്റെ ഒക്കെ സൈഡിൽ നിറയെ ഇങ്ങനെ പുല്ല് നിൽക്കുന്നുണ്ടോ, പണ്ടത്തെ കിണറുകൾ. ഇപ്പോഴത്തെ കിണറുകളൊന്നും കാണില്ല, കാരണം ഇപ്പോഴത്തെ കിണറൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഇതിലായിരിക്കും. മറ്റേത് വെട്ടുകല്ലൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിൽ നല്ല നിറയെ പുല്ലുണ്ടാവും. അപ്പോൾ അതേ ആ ഒരു ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടയിലൊക്കെ നിറയെ പുല്ല് വെച്ച് കൊടുക്കുക. മൊത്തം അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക, മോൾ ഭാഗത്തും സൈഡിലും. അത് സ്പേസ് കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഈ പുല്ല് വെച്ചിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക, ഫുൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങണ വരെ നമുക്ക് വേറെ ഷെല്ല് എടുത്തിട്ട് അതിന് മുകളിൽ നീളത്തിലുള്ളൊരു ഷെല്ല് വെക്കുകയാണ് നമ്മൾ. നമുക്ക് ഈ വാട്ടർ ഫോണ്ട് ആകുമ്പോൾ അതിലെന്തെങ്കിലും വെക്കണ്ടേ, അപ്പം അതിന് ഒരു തവളേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ 2 കക്കയും കൂടി വെച്ചിട്ട് അതിൻ്റെ വായ പോലെ ചെയ്യാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഓപ്പണായിരിക്കണ മാതിരിയാണ് ചെയ്യേണ്ടത്. ഫുള്ള് ക്ലോസ്ഡ് അല്ല, 2 കക്ക അടത്തിരി തുറന്ന് ഇരിക്കണ മാതിരി ചെയ്യുക. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ചിലത് കാണാൻ പറ്റുന്നില്ല, എൻ്റെ കൈ മറിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അത് റൈറ്റ് സൈഡിലാണ് ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല, ചിലത് കൈ മറിഞ്ഞു പോകുന്നുണ്ട്. ഇനി എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചെടുത്തോളാം. അത് കഴിഞ്ഞ് ഇനി 2 നീളത്തിലുള്ള 2 ഷെല്ലും കൂടി വെച്ച് കൊടുക്കുക. അടിയിൽ 2 കാല് പോലെ കുഞ്ഞ 2 ഷെല്ല് വെച്ച് കൊടുക്കുക. 2 കണ്ണും കൂടി വെച്ച് കൊടുക്കുക. അതിന് മുകൾ ഭാഗത്തേക്ക് നിൽക്കണ മാതിരി തവളയുടെ കണ്ണ് മുകളിലല്ലേ നിൽക്കുക, അപ്പോൾ 2 കണ്ണ് മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ തവളക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തവളക്കുട്ടൻ. ഇനി ഇതേ നേരത്തെ ആ ബോക്സിന് നമ്മൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസിൽ ഫിക്സ് ചെയ്യുകയാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ ഷെല്ല് വെച്ച തൂണ് പോലത്തെ അതിനെയും ഒന്ന് ഫിക്സ് ചെയ്യാം. സൈഡിലായിട്ട് നമ്മുടെ തവളക്കുട്ടനെയും വെച്ചു. ഇനി അതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഫില്ല് ചെയ്യണ്ടേ, അപ്പോൾ വെള്ളം ഇടണേ മുന്നേ നമുക്ക് കുറച്ച് ഷെല്ലൊക്കെ ഇട്ട് അത് നിറയ്ക്കാം. ഒരു മണ്ണ് എന്തെങ്കിലും വേണ്ടത്, മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഷെല്ലിട്ടത്. ഷെല്ലിൽ ക്ലേ ഒക്കെ ഉണ്ടായിരുന്നു, പിള്ളേരുടെ ക്ലേ ഒക്കെ. അത് പച്ച കളറ് ഗ്രീൻ കളറ് ഞാൻ പെയിൻറ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. അതെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം കിണ നമുക്ക് വേണമെങ്കിൽ പച്ച കളറോ വെള്ള കളറോ നീല കളറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പണ്ടൊക്കെ കുളത്തിലൊക്കെ കളറ് പച്ച കളറായിരിക്കുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ലൈറ്റ് പച്ച കളറ് കൊടുത്തത് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടി ഒരു ട്രീ റെഡിയാക്കുകയാണ്. അപ്പോൾ ട്രീയുടെ ഒരു കാർഡ്ബോർഡ് പീസ് ചെറിയൊരു ട്രീയുടെ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ ആ പുല്ലിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഇത്തിരി തികയാണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ചാക്കുചരടും കൂടി എടുത്തിട്ട് അതിൽ കളർ ചെയ്തതാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒന്ന് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ അറ്റത്തൊക്കെ ലീഫ് വരണ മാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ചെറിയ ഒരു ട്രീയുടെ ഒരു ലുക്കൊക്കെ ആയത്, ഒരു ചെറിയ ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയ ട്രീ വേണ്ട, അത് നമ്മൾ പാകം നോക്കണം. കാരണം ഇതിൻ്റെ സൈഡിൽ ഒതുങ്ങണ മാതിരത്തിലുള്ള ട്രീ വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കല്ലുകൾ, ഈ സ്റ്റോണൊക്കെ എനിക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, എല്ലാം ബീച്ചിലത്തെയാണ്. സ്റ്റോണൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക.